നമസ്കാരം. നെല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണല്ലോ തുളസി. നമുക്ക് തുളസി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത്രയും പരിഭാവനമായിട്ടാണ് നമ്മൾ തുളസീനെ കാണുന്നത്. അപ്പോൾ തുളസി തന്നെ പല ടൈപ്പിലുണ്ട്. രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ രാമതുളസിയും കൃഷ്ണ തുളസിയും ഒക്കെ എങ്ങനെയാണ് തിരിച്ചറിയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രാമതുളസി കുറച്ചും കൂടി ഇല കുറച്ചും കൂടി വൈറ്റ് ആയിരിക്കും. അതിൻ്റെ തണ്ടും കുറച്ച് വൈറ്റ് ആയിരിക്കും. പക്ഷെ കൃഷ്ണ തുളസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. അതിൻ്റെ തണ്ടും ഇലകളൊക്കെ ഡാർക്ക് ആയിരിക്കും. അതേപോലെ കർപ്പൂര തുളസി എന്ന് പറയുമ്പം അതിൻ്റെ ഇലയുടെ ഷേപ്പ് വേറെ ആയിരിക്കും. അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടാകും. ഒരു കർപ്പൂരത്തിൻ്റെ പോലത്തെ ഒരു സ്മെല്ലും ഉണ്ടായിരിക്കും. അപ്പോൾ പല ടൈപ്പിലുള്ള തുളസികൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ എല്ലാത്തിനും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും കൃഷ്ണ തുളസിക്കാണ് ഒന്നും കൂടി കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് തുളസി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് കഫക്കെട്ട്, ചുമ, തുമ്മൽ, അതുപോലെ എന്തെങ്കിലും പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചുമ, കഫക്കെട്ട്, അതുപോലെ മൂക്കൊലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുളസിയുടെ നീരും അതുപോലെ പനിക്കൂർക്കയുടെ നീരൊക്കെ നമ്മൾ ഇഞ്ചി നീരിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തുളസി വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ചെറിയ പ്രാണികൾ കടിച്ചാൽ, അതായത് ഉറുമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ എട്ടുകാലി, അതേപോലെ ചെറിയ പുഴു, അതൊക്കെ നമ്മുടെ മേത്ത് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകൾക്ക് ചില അലർജി പോലെ ഉണ്ടാവും. ചെറിയ നീര് അല്ലെങ്കിൽ ചെറിയ വേദനയൊക്കെ. അപ്പോൾ പലരും അത് വലിയ പ്രശ്നം അല്ലെങ്കിൽ അത് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ് ഈ തുളസി നീരും അതുപോലെ നല്ല ശുദ്ധമായ മഞ്ഞളും ഉരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നീർക്കെട്ടും വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതിൻ്റെ അപേക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും സഹായിക്കും. ഇത് തേക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ആ തുളസിയുടെ നീര് നമുക്ക് അകത്തേക്ക് കഴിക്കുകയും ചെയ്യാം. അതും വളരെ ബെനിഫിഷ്യൽ ആണ്. ചർമ്മ സംരക്ഷണം അതുപോലെ കേശ സംരക്ഷണത്തിലൊക്കെ നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എണ്ണയൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മമാർ ചെയ്യുന്നത് തുളസിയുടെ കതിര് ഇലയും കതിരോട് കൂടിയിട്ട് അതിൻ്റെ കൂടെ ചെമ്പരത്തിയോ തെച്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചി തേക്കാറുണ്ട്. അങ്ങനെ തേക്കുന്നത് നമ്മുടെ തലയുടെ മുടി വളരാനും മുടിയുടെ കളർ കൂടാനും അതിൻ്റെ ആ ഒരു താരൻ അതുപോലെ പെയിനൊക്കെ കുറയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇഞ്ചിച്ചായ അല്ലെങ്കിൽ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. നമുക്ക് ഈ ഇത്തരം കഫക്കെട്ട് അല്ലെങ്കിൽ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ്.